ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഒന്നുമല്ല, സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ മുരിങ്ങയില ചേർത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങയില, ഒരു നുള്ളു ഉപ്പ് വെളിച്ചെണ്ണയും ചേർത്ത് വാട്ടിയിട്ട് ഈ ഇട്ട പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങയിലയുടെ വിശേഷം പറയുകയാണെങ്കിൽ, മുരിങ്ങയില ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അത് തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയിലിട്ടിട്ടോ ഒക്കെ കഴിക്കുക. നല്ല വിറ്റാമിനാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുരിങ്ങയില, നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെയാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി തന്നെയാണ്, മുരിങ്ങയില ചേർത്തിട്ടുള്ളൊരു ചപ്പാത്തി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതിലേക്ക് കുറുമക്കറിയോ മറ്റുള്ള ഏത് കറിയോ മുട്ടക്കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റൊക്കെ നോക്കി നന്നായി തോന്നിയിട്ടാണ് നമ്മളിത് യൂട്യൂബിലേക്ക് ഇടുന്നത് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. മെല്ലെ മെല്ലെ ആദ്യം കുഴച്ചിട്ട് നമുക്കറിയാമല്ലോ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഏത് രീതിയിലാണോ അതുപോലെ തന്നെയാണ് നമ്മളിതിൽ നന്നായി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് നന്നായിട്ട് ഒരു ബോൾ പോലെ ആവുന്ന രീതിയിൽ നല്ല മയത്തിൽ നമുക്ക് കുഴച്ചെടുത്ത് കിട്ടും. അതുവരെ നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. വെള്ളം അല്പം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബോൾ പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. എല്ലാതും അതിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആയി കിട്ടും. ഇപ്പോൾ മുരിങ്ങയുടെ എല്ലാം നമ്മൾ വാട്ടി ചേർക്കുന്നതും ഇപ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് വാട്ടി ചേർക്കുന്നത് അല്ലെങ്കിൽ വാട്ടാത്ത നമുക്ക് ചേർത്തുകൂടെ എന്തോന്നും. മുരിങ്ങയുടെ ഇല ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ അത് വാടിയിട്ട് തന്നെ ചേർക്കാൻ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല ഒരു വേവുണ്ടല്ലോ, അത് ശരിക്കും വെന്ത് ഇതിൽ ഇങ്ങനെ ചപ്പാത്തി പരത്തി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത് വെന്ത് കിട്ടാത്ത അല്ലെങ്കിൽ പച്ചമണം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച ഈ മാവിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. പിന്നെ 2 രീതിയിലാണ് ഇവിടെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്നത് കേട്ടോ. ഒന്ന്, നമ്മളൊരു കവർ വെച്ച് അതിലേക്ക് ഓയിൽ തൂവി കൊടുത്തിട്ട് അതിൽ പരത്തിയെടുത്തിട്ട് ആദ്യം ഫസ്റ്റിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എണ്ണമയം കുഴപ്പമില്ല കഴിക്കാൻ, അത് നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കാം. പിന്നെ ചെറിയ രീതിയിലുള്ള ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കനം കുറച്ചിട്ട് നമുക്ക് അധികം കട്ടിയൊന്നുമില്ലാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറേ ബോളായിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെയായിട്ട് വലിപ്പത്തിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മളിനി ഓരോന്നും പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാ ഇലകളെല്ലാം അതിലേക്ക് ഇങ്ങനെ മയത്തിൽ തന്നെ ചേർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് വാട്ടിയെടുക്കണതിൻ്റെ ഗുണമാണ് കേട്ടോ, അത് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. നമുക്കൊരു കുഴലുപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കവർ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കവറിൽ ഞാൻ അധികം ചെയ്യാറില്ല, എങ്കിൽ കൂടി ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കവറിലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കവറിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ തൂവി കൊടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരത്തിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ കവറിലൊക്കെ വെച്ച് പരത്തുമ്പോൾ ഒരു ഷേപ്പ് കിട്ടില്ലല്ലോ. അതിനൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം, ഒരു സൈഡൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് വട്ടനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പാനിലേക്ക് വെക്കുമ്പോൾ ഇനിയൊരു ഓയിൽ തൂവേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി ഓയിലിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്പുറം ഇപ്പുറം ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പോളകളാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പുറം ഇപ്പുറം കുറച്ച് മറിച്ചിടും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം.
അപ്പോൾ 4 മണിക്ക് ചായക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കേ, അല്ലെങ്കിൽ രാവിലെ ഇത്തിരി ടൈം എടുക്കും. കാരണം ഇതൊക്കെ വാട്ടിയിട്ട് തയ്യാറാക്കിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലേക്ക് ചെയ്യാൻ ഇത്തിരി കൂടി സമയം എടുത്ത് ചെയ്യേണ്ട അതാണ്. അപ്പോൾ ഏതാണ് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓയിൽ തൂവി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കാൻ നോക്കാം. കാരണം ഞാൻ ആദ്യം കവർ വെച്ചിട്ട് ചെയ്ത് നോക്കി. അപ്പോൾ കവറിൽ ഞാൻ വലിയ എക്സ്പെർട്ടൊന്നും അല്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാവുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നിൽക്കും. അപ്പോൾ ഈ ഒരു കവറില്ലാതെ നമുക്ക് ചപ്പാത്തി പലകയിലും ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ തൂവി കൊടുത്തിട്ട് പരത്തിയെടുത്ത് അത് ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് വീണ്ടും ചുട്ടെടുത്ത്. അപ്പോൾ ഞാനൊരു 3-4 എണ്ണം വീതമാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ട് ചുട്ടെടുത്ത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഈ ഓയിൽ ചേർത്തിട്ട് ചുട്ടെടുക്കാം. അതല്ലാതെ പിന്നെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പൊടി തൂവി കൊണ്ടുള്ളൊരു പരത്തിയെടുക്കുക. നമ്മളിവിടെ 2 രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊടി തൂകിക്കൊണ്ടുള്ളതും ഒന്ന് ഓയിലിൽ പരത്തിയെടുക്കുന്നതും. ഇപ്പോൾ നമുക്ക് ഓയിൽ അവോയ്ഡ് ചെയ്യണവർക്ക് ഈ പൊടി തൂകിക്കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ വളരെ വിറ്റാമിനാണ് ഈ മുരിങ്ങയുടെ ഇല വെച്ചിട്ടുള്ള ചപ്പാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.